പ്രൊമോയിൽ കണ്ടിരിക്കുന്ന അനീഷിൻ്റെ അടുത്ത് ആദില വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ആദിലയും ജിഷിനുമാണ് രാവിലെ പാത്രം കഴുകേണ്ടത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതിന് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റിയും കഴിഞ്ഞ് ജിഷിൻ്റെ ഭാഗത്തു നിന്നുള്ള പാത്രങ്ങൾ കംപ്ലീറ്റ് കഴുകി വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് അനീഷ് പോയി പറയുന്നു, ആദില ഇത്രയും നേരം പാത്രം കഴുകാത്തത് കൊണ്ടാണ് ഞാൻ വന്നതെന്ന് ആദിലേൻ്റെ അടുത്ത് പറയുന്നത്. ജിഷിൻ പാത്രം കഴുകിയിട്ട് പോയിട്ട് കുറേ സമയമായി, പാത്രം അവിടെ ഇരുന്ന് പിന്നെ ഉണങ്ങി അതിൽ ഈച്ച വരും, വൃത്തികേടാവും, അപ്പം ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ആദില വന്ന് പാത്രം കഴുകാൻ പറയുന്നു. പതിവ് പോലെ തന്നെ ആദില പറയുന്നു പറ്റത്തില്ല, ചെയ്യത്തില്ല, താൻ ഇവിടെ നിന്നാൽ ചെയ്യത്തില്ല എന്ന് പറയുന്നു. അതിൽ അനീഷ് ആവർത്തിച്ച് പറയുന്നുണ്ട് പറ്റത്തില്ല ആദില, കിച്ചൺ ടീമിന് അവരുടെ അടുത്ത ഡ്യൂട്ടിക്ക് കയറാൻ സമയമായിട്ടുണ്ട്, അതേപോലെ തന്നെ ടാസ്ക് ബിഗ് ബോസ് അടുത്തത് തരും. അനീഷ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആദില വന്ന് കഴുകത്തില്ല എന്ന് പറയുന്നു. അനീഷ് പോയി അനീഷിന്റെ കട്ടിലിൽ ഇരിക്കുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആദില അവിടെ മൂടി പൊതിച്ച് കിടക്കുകയാണ്. അനീഷ് വീണ്ടും വന്നിട്ട് പറയുന്നു കിച്ചൺ ടീമിന് അടുത്ത ഇത് ചെയ്യണം, ആദില വന്ന് ചെയ്യേ, ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്, വന്ന് ചെയ്യാൻ പറയുന്നത്. അവിടെ ഇരിക്കുന്ന അനുമോള് അതുപോലെ തന്നെ ലക്ഷ്മിയും ജിഷിനും ഒക്കെ പറയുന്നുണ്ട് അനീഷ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദില ചെയ്യത്തില്ല എന്ന്. ഏത് രീതിയിൽ അനീഷ് വന്നതെന്ന് പറഞ്ഞാലും ആദില ചെയ്യത്തില്ല. കാരണം ഇതിന് മുന്നത്തെ ഒരു പ്രാവശ്യം ഇതേപോലെ അനുമോളും അനീഷും ആദിലയും കൂടെ ഈ വെസൽ ടീമിൽ ഒരുമിച്ചായിരുന്ന സമയത്ത്, അന്നും അനീഷാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ, എനിക്ക് തോന്നുന്നു അഭിലാഷ് മെയിൻ ക്യാപ്റ്റൻ ആയിരുന്ന ഒരു സമയത്ത് ഇതേപോലെ തന്നെ 4 തവണ വന്ന് അനീഷ് ഈ ആദിൽ എന്നെ വിളിക്കുന്നുണ്ട്, പാത്രം കഴുകി വെക്കൂ, അതവിടെ ഉണങ്ങിയിരിക്കുകയാണ്, ടാസ്ക് വരുമെന്നൊക്കെ പറഞ്ഞ്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണെന്ന് വിചാരിക്കണം. 4 തവണ വന്ന് പറഞ്ഞിട്ടും ആദിൽ ആ പാത്രം കഴുകിയിട്ടില്ല. അത് അനുമോളാണ് അന്ന് ആ ഡ്യൂട്ടി ചെയ്തത്. അതിനുശേഷവും അനീഷ് വന്ന് പറഞ്ഞതിന് ശേഷം പലതവണ ആദിൽ ആ പാത്രം കഴുകാഞ്ഞിട്ട് അത് അനുമോളാണ് വന്നതെന്ന് കഴുകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം അനീഷിന് ഏത് തരത്തിൽ വന്നതെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആദിൽ ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പോകുന്നില്ല. അവിടെ ആ പ്രശ്നം അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അനീഷ് അങ്ങനെ വന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ാണ് അതിൽ ഇത് ചെയ്യാതിരുന്നതെന്നും ഇത്തരത്തിൽ ദേഷ്യപ്പെട്ടോ എന്നും പറഞ്ഞതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതിലേക്ക് ഇപ്പം ചെയ്യാൻ പറ്റുമോ ഇല്ലേ, കിച്ചൺ ടീം ഇപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകും, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് അനീഷ് അവിടുന്ന് പോകുന്ന സമയത്ത് അതിലെന്നപ്പം കാണിച്ചു തരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ ബെഡ്ഷീറ്റ് എടുത്ത് കളയുന്നു, തലയണ എടുത്ത് കളയുന്നു. എന്നിട്ട് തലയണ എടുത്തുകൊണ്ട് ഹോളിലേക്ക് പോവാണ്, ആ ലിവിങ് ഏരിയയിലേക്ക് പോവാണ്. അവിടെ തലയണ ഇങ്ങനെ വലിച്ചെറിയുന്നു. അപ്പോൾ അനീഷ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാത്രം പോയി പിടിച്ചു വലിക്കുന്നു. ബാക്കി എന്താണെന്നുള്ളത് പിന്നെ എപ്പിസോഡിലായിരിക്കും അവിടെ ആക്ച്വലി എന്താണ് നടന്നതെന്നുള്ളത് കാണിക്കുക. ഷാനവാസും എല്ലാവരും കൂടെ വന്നിട്ട് അനീഷിനെ പറയുക, ഇങ്ങനെ വന്നിട്ട് നീ വെറുപ്പിച്ചിട്ടാണ്, നീ ചെയ്യുന്നതിനാണ് നിനക്ക് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അനീഷിന് ഏത് തരത്തിൽ പറഞ്ഞാലും ആദില ഇത് തന്നെ ചെയ്യുള്ളൂ. കാരണം ആദിലയ്ക്ക് അനീഷിൻ്റെ അടുത്ത് നല്ല വൈരാഗ്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. അതിനിടയ്ക്ക് ഷാനവാസും പിന്നെ ആദിലേൻ്റെ അടുത്തും പറയുന്നുണ്ട് നിൻ്റെ കയ്യിലും പ്രശ്നമാണ്, നീ ഇപ്പം ഇങ്ങനെ ചെയ്തത് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആദിലേൻ്റെ അടുത്തും സംസാരിക്കുന്നുണ്ട്. ആദില വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടെ നിൽക്കുന്ന നെവിൻ, ജിഷിൻ എല്ലാവരും അനീഷിൻ്റെ നേരെയാണ് ചെല്ലുന്നത്. അനീഷ് ഇത് പോയി പറഞ്ഞതാണ് പോലും കുറ്റം. എത്ര തവണയാണ് പോയി പറയുക. അനീഷ് പറയുന്നുണ്ട് അനീഷാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ. അനീഷ് അവസാനം പറയുന്നത് എനിക്കാണ് കിച്ചൺ ടീമിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ലക്ഷ്മി ഈ പാത്രം കഴുകുമ്പോൾ പറയും എനിക്ക് വേഗം പാത്രം കഴുകിത്ത അരി ഇടാനുണ്ട് എന്ന്. എന്നിട്ട് ഈ ലക്ഷ്മി തന്നെ ലിവിംഗ് റൂമിൽ ഇരുന്ന ആൾക്കാരോട് പോയി പറയുന്നത് പാത്രം ക്ലീൻ ചെയ്തിട്ടില്ല എന്ന്. അതിൻ്റെ കുറ്റം ആർക്കാ വരിക? ക്യാപ്റ്റനായിട്ടുള്ള അനീഷിൻ്റെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനീഷ് ഇനി ഏത് രീതിയിൽ ആദിലേൻ്റെ അടുത്ത് പോയി പറഞ്ഞാലും ആദിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാക്കും. കാരണം അനീഷിൻ്റെ അടുത്ത് ആദിൽ അത്രയും മോശം രീതിയിൽ എന്തോ ഒരു പക വീട്ടുന്നത് പോലെയും വൈരാഗ്യം മനസ്സിൽ വെച്ച് പെരുമാറുന്നത് പോലെയൊക്കെ തന്നെയാണ് ഈ പെരുമാറുന്നത്. പക്ഷേ അനീഷ് ആയതുകൊണ്ട് തന്നെ ആരും ഇതിലിടപെടാൻ പോകുന്നില്ല, അനീഷിൻ്റെ ഭാഗത്ത് നിൽക്കാനും പോകുന്നില്ല.